നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെ സ്ഥാനാർത്ഥിയായേക്കും. മറ്റു പേരുകൾ ഉണ്ടാകില്ല. KPCC ഉടൻ ഹൈക്കമാൻഡിന് കത്ത് കൈമാറും. പ്രഖ്യാപനം ഉടനുണ്ടാകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഹൈക്കമാൻഡാണ് നടത്തുകയെന്നും ആര് സ്ഥാനാർത്ഥിയായി എത്തിയാലും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുമെന്നും ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം. ഒന്നും ആയിട്ടില്ല. അത് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും. ഹൈക്കമാൻഡ് ഇല്ല അത് സ്ഥാനാർത്ഥി ഹൈക്കമാൻഡാണല്ലോ തീരുമാനിക്കേണ്ടത്. ഹൈക്കമാൻഡ് തീരുമാനിച്ച് പ്രഖ്യാപിക്കും. മാത്രമല്ല, നമ്മളിവിടെ ആര് UDF പ്രഖ്യാപിക്കുന്ന ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും അതിനെ പിന്തുണച്ച് ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ബി ദിലീപ് കുമാർ, കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ, ആര്യാടൻ ഷൗക്കത്തിന്റെ വസതിയിൽ നിന്ന് വിപിൻ സി വിജയൻ എന്നിവർ ചേരുന്നു. ആദ്യം നിതിൻ അംബുജനിലേക്കാണ്. നിതിൻ, ഈ കോൺഗ്രസിന്റെ യോഗ തീരുമാനം അത് ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റ പേരാണോ? അങ്ങനെയെങ്കിൽ പ്രഖ്യാപനം എപ്പോഴുണ്ടാകും നിതിൻ? ഉന്മേഷ്, ആ ഒരു ഒറ്റപ്പേരിലേക്കാണ് ഇന്ന് കോൺഗ്രസ് നേതൃയോഗം, ഇന്ന് എറണാകുളത്ത് ചേർന്ന കോൺഗ്രസ് നേതൃയോഗം എത്തിയിരിക്കുന്നത്. മണിക്കൂറുകളിൽ നിന്ന് ചർച്ചയ്ക്ക് ശേഷമാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒറ്റപ്പേരിലേക്ക് എത്തിയത്. ഇന്നലെ തന്നെ KPCC നേതൃത്വം അതിലൊരു ധാരണയിലെത്തിയിരുന്നു. വൈകാതെ ഇന്ന് രാവിലെ തന്നെ പ്രഖ്യാപനം നടത്താം എന്നായിരുന്നു KPCC നേതൃത്വം ആലോചിച്ചിരുന്നത്. പക്ഷേ അതിനിടയിലാണ് ചില സമ്മർദ്ദതന്ത്രം PV അൻവറിന്റെ ഭാഗത്തും ഉണ്ടായത്. പിന്നീട് മണിക്കൂറുകൾ നീണ്ട ചർച്ച എന്തായാലും കൊച്ചിയിലെ കളമശ്ശേരി ഹോട്ടലിൽ വെച്ച് നടന്നത്. അതിനുശേഷം എന്തായാലും ഒരു പേര്, ഇപ്പോൾ ഒറ്റപ്പേര് ഹൈക്കമാൻഡ് കൈമാറിയെന്ന് അറിയുന്നു. വൈകാതെ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. ഒരുപക്ഷേ ഇന്ന് രാത്രിയോടുകൂടി തന്നെ, അധികം വൈകാതെ തന്നെ പ്രഖ്യാപനം നടത്താനാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ആ പേരിലേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള എതിർപ്പുകൾ നിലമ്പൂരിൽ നിന്നും പ്രത്യേകിച്ച് PV അൻവറിന്റെ ഭാഗത്തും ഉയർന്നിരുന്നു. പക്ഷേ അതിൽ നിന്നും വഴങ്ങേണ്ടതില്ല എന്ന ഒരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. അങ്ങനെ വഴങ്ങിയാൽ മറ്റേ രാഷ്ട്രീയ വിലപേശലടക്കം അത് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങാതെ കോൺഗ്രസ് ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് എന്തായാലും എത്തിയിട്ടുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പല തരത്തിലുള്ള കൂടിയാലോചനകളടക്കം നടന്നിരുന്നു. അത് സാമുദായിക പരിഗണന, അതോടൊപ്പം തന്നെ ആര്യാടൻ എന്ന മേൽവിലാസം അടക്കം എല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. വൈകാതെ തന്നെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. UDF നേതാക്കളെ അടക്കം വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെയാണ് അത്തരമൊരു തീരുമാനം സ്വീകരിച്ചിരിക്കുന്നത്. VSJ അടക്കം അത് ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു പേരിലേക്ക് പോകുമ്പോൾ എന്തായാലും പൂർണ്ണ പിന്തുണ നൽകുമെന്ന വിവരമാണ് VSJ KPCC നേതൃത്വത്തെ അറിയിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഒരു ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള തീരുമാനത്തിൽ കോൺഗ്രസ് നേതൃത്വം പോകുമ്പോൾ എന്ത് നിലപാട് PV അൻവർ സ്വീകരിക്കും, അത് തന്നെയാണ് ഇനി നിലമ്പൂരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതടക്കമുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളിൽ എന്തായാലും കോൺഗ്രസ് അടക്കം ഇവിടെ ഇപ്പോൾ കൂടിയാലോചനയിൽ ആലോചിച്ചിട്ടുണ്ട്. കൂട്ടിയും കിഴിച്ചും തമ്മിലുള്ള ആലോചനയിൽ സ്വാഭാവികമായിട്ടും അത്തരം ചില കാര്യങ്ങളും അവർ പരിഗണിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ PV അൻവർ മറ്റ് നിലപാട് സ്വീകരിച്ചാൽ അതിനെ അടക്കം നേരിടാനുള്ള ഒരു തീരുമാനം കോൺഗ്രസ് നേതൃത്വം ഇന്ന് സ്വീകരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് UDF നേതാക്കളെ അടക്കം ആശയവിനിമയം നടത്തി അത്തരമൊരു തീരുമാനത്തിലേക്ക് എന്തായാലും പോയിരിക്കുന്നത്. ഇപ്പോൾ KPCC അധ്യക്ഷനും അതോടൊപ്പം തന്നെ UDF കൺവീനർ കൂടാതെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ എല്ലാവരും ഒരുമിച്ചൊരു പരിപാടിയിൽ കൊച്ചിയിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റ് പ്രതികരണങ്ങൾക്ക് എന്തായാലും ഈ ഘട്ടത്തിൽ അവർ തയ്യാറായിട്ടില്ല. അല്പസമയത്തിനകം ഈ പരിപാടിക്ക് ശേഷം നമ്മൾ വീണ്ടും പ്രതികരണം തേടും. അതിന് മുന്നോടി തന്നെ ഹൈക്കമാൻഡ് ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ അടക്കം വെച്ചുപുലർത്തുന്നത്. പ്രഖ്യാപനം ഉണ്ടാകുമെന്ന സൂചനയാണ് ലഭിക്കുന്നത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.